പടക്കം പൊട്ടിക്കുന്ന സീൻ. മിക്കവാറും സിനിമയിൽ അത് കോമഡി ആയിരിക്കും, പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. അല്ല നെഞ്ചുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു സാധനം ചെയ്യാൻ വിജയന് കഴിഞ്ഞു. ഞാൻ ചെയ്തിട്ടില്ല, ജനങ്ങള് ഇതുവരെ കണ്ടിട്ടുമില്ല. സിനിമയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാനായിരിക്കും, എന്തെങ്കിലും കോമഡി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ സീരിയസ് ചെയ്യാൻ അവരുണ്ടല്ലോ. അവസാനം നീ റോക്കറ്റ് ലാലേട്ടന്റെ നാവ് പൊന്നായിട്ടുണ്ടാവും. ആ വൈറൽ വീഡിയോയുടെ വേറൊരു വശം, നമ്മളൊക്കെ ഫോണിൽ കണ്ട് ചിരിച്ചൊരു വീഡിയോയുടെ ഇപ്പുറത്തെ ഒരു വശം. ഞാനും ഈ സിനിമ കാണുന്നതിന് മുമ്പൊക്കെ പുള്ളിനെ ഒരു കോമഡി ആയിട്ടാണ് ചിത്രീകരിച്ചാണ്. പിന്നെ എനിക്കും ഭയങ്കര വിഷമമായി. മോൻ്റെ മനസ്സിൽ അച്ഛൻ തട്ടി വീണാൽ പോലും ഇത്രക്ക് ഭീകരമായ ഒരു വിഷമമുണ്ടെന്ന് ചേട്ടൻ ഇപ്പോഴാണ് അറിയണമെന്ന് പറഞ്ഞു. എല്ലാ പ്രായക്കാരും നമ്മളെ വിളിക്കേണ്ടെന്നുള്ളതാണ്. എൻ്റെ അച്ഛനെ മിസ് ചെയ്തു, പിന്നെ എൻ്റെ ചേട്ടനെ കാണാൻ തോന്നുന്നു. ആ ചേട്ടന് എന്ത് സംഭവിച്ചോ സിനിമ കണ്ടിട്ട് വിളിക്കണുണ്ടാവും. ഞങ്ങൾ എന്തായാലും പുള്ളിനൊന്ന് തേടി പിടിക്കാൻ വേണ്ടി പോവുകയാണ്. 3-4 പിള്ളേര്. എന്തായാലും എനിക്ക് തോന്നുന്നു വിഷുവിന് അവർ ആ ചേട്ടൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരും. പോയിട്ട് ഞാൻ തിരിച്ച് കയറി വന്നു. ഇതിനകത്ത് വല്ല ചേഞ്ച് ഉണ്ടാവും. ചേട്ടൻ ആടിൻ്റെ ഡേറ്റ് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ആട് 3. ഞാൻ അവിടെ ഇതിനോട് എന്ന് പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ചേട്ടൻ അത് ചെയ്യണം, ഇങ്ങനെ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ല, അത് നശിപ്പിച്ചുള്ളായിരുന്നു. പക്ഷെ കിട്ടിയത് നമ്മൾ സാധാരണ റീല് ചെയ്യുന്ന ആളുകളെ എല്ലാവരും ഇവരൊരു റേഞ്ച് പറയാനുള്ള. ചേട്ടൻ മമ്മൂക്കയുടെ കൂടെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചാൽ അങ്ങനെ ഒരു പേടി അവർക്കുണ്ടായിരുന്നു. എനിക്കായിരുന്നു ശരി പേടി, ഇവന്മാരുടെ കൂടെ എങ്ങനെ നിൽക്കും. നമസ്കാരം. തിയേറ്ററുകൾ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഴ 2 എന്ന സിനിമയിൽ ഒരു മുഖ്യ കഥാപാത്രം ചെയ്ത ഒരാൾ, മലയാളികളുടെ കണ്ണ് നിറച്ച ആ കലാകാരനാണ് ഇന്ന് റിപ്പോർട്ടറിലേക്കൊപ്പം ചേരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബിജുക്കുട്ടൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സിനിമ ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രേക്ഷകരെല്ലാം വളരെ മികച്ച അഭിപ്രായം പറയുന്നു. അതിനൊപ്പം തന്നെ ബിജുവിൻ്റെ കഥാപാത്രത്തിന് കിട്ടുന്ന പ്രശംസ, അത് ഭയങ്കര അക്സെപ്റ്റൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ശരിക്കും തോന്നുന്നത്? ഇതുവരെ ഇല്ലാത്തൊരു എന്താണ് പറയണ ഒരു സിറ്റുവേഷനാണ്. ആ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്തുള്ള ഒരു പെർഫോമൻസ് ഇപ്പം നമ്മൾ ആരും എന്താണ് പറയണത്, ഞാൻ ചെയ്തിട്ടുമില്ല, അപ്പോൾ ജനങ്ങൾ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പം എനിക്ക് കിട്ടുന്ന പ്രശംസയും അത് അവർക്ക് കിട്ടുന്നൊരു, നമ്മളിൽ നിന്ന് കിട്ടുന്നൊരു ഇത് എല്ലാം കൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വേറൊരു മൂഡിലാണ്. ചേട്ടൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇതുപോലെ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലൊരു റിസപ്ഷൻ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? സിനിമ എന്തായാലും നല്ല സിനിമ ആയിരിക്കുമെന്ന് നമുക്കറിയാം. പിന്നെ ഞാനിതുവരെ ചെയ്യാത്തൊരു സംഭവമായതുകൊണ്ട് എന്തായാലും അതിനൊരു വെറൈറ്റി ഉണ്ടാവുമെന്ന് അറിയാം. പിന്നെ നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണുള്ളത്, നേരത്തെ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെയ്യുമ്പോഴൊക്കെ ഒരു സുഖം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇപ്പോഴത്തെ ഒരു ഹൈപ്പിനനുസരിച്ചുള്ളൊരു അത് ഞാൻ പ്രതീക്ഷിച്ചല്ലായിരുന്നു. അത് നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോള് വന്നിട്ട് നമുക്ക് നിർത്താൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ചോട്ടാ മുമ്പെയൊക്കെ ഇറങ്ങിയപ്പോഴും ഈ കോള് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രക്ക് മേലുണ്ടായിരുന്നില്ല. അത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേറൊരു സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും ഇത്തിരി ഇത് ശോകമായിട്ടാണ് വിളിക്കുന്നത്, ഇമോഷണലി ആയിട്ടാണ് വിളിക്കുന്നത് മിക്കവരും. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ കുട്ടികൾ വിളിക്കാറുണ്ട്, വീട്ടിൽ വന്ന് കാണുന്നുണ്ട്. കുട്ടികളും അതുപോലെ തന്നെ വലിയ ആൾക്കാരും അത് എല്ലാ പ്രായക്കാരും നമ്മളെ വിളിക്കേണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവർ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടുള്ളൊരു ഇതിലാണ്. എൻ്റെ അച്ഛനെ മിസ് ചെയ്തു, പിന്നെ എൻ്റെ ചേട്ടനെ കാണാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്കൊരു ഭയങ്കര, നമ്മൾ കേൾക്കുമ്പോഴും നമുക്കൊരു വിഷമം ഉള്ള പോലെയൊക്കെയാണ്. അവരുടെ മൊത്തം കേൾക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവമൊക്കെ നമുക്ക് ആദ്യമായിട്ടാണുള്ളത്. അപ്പം അങ്ങനെ ഒരു വലിയൊരു ഹൈപ്പിൽ, ഇത്രയും വലിയൊരു ഹൈപ്പിലേക്ക് പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് വിപിൻ ദാസും എനിക്ക് തോന്നുന്നു സബിനൊക്കെ അറിയാൻ പാടുണ്ടാവും. കാരണം അവരുടെ മനസ്സിലുണ്ടല്ലോ സിനിമ. അപ്പം നമ്മൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെന്നൈ സിനിമയുടെ ഒരു ടോട്ടൽ ഇത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാണ് കാണുന്നത്. അല്ല നിങ്ങൾ അതിന് മുമ്പ്? ഇല്ല നമ്മൾ ചെയ്ത പോർഷനും നമ്മൾ ഡബ് ചെയ്ത പോർഷനുകളോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ പല സിനിമകളിലും നമ്മൾ കുറച്ച് നല്ല സീനൊക്കെ നമുക്ക് കാണിച്ചു തരും. പക്ഷേ ഇതിനകത്ത് ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഞാനൊരു പോർഷനിൽ നമ്മുടെ അൽഫോൺസ് പുത്രൻ്റെ ആ ഒരു എപ്പിസോഡിൽ ഞാനും 2 പ്രാവശ്യം വന്നുകൊണ്ട് അതിനകത്ത് എനിക്ക് 2 ഡയലോഗ് എനിക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ട് അങ്ങനെ അടിച്ചടിച്ച് പോയപ്പോൾ ഞാൻ പറഞ്ഞതൊന്ന് വെച്ചൊന്ന് കാണിച്ചു തരുമെന്ന് വെച്ചാൽ ചേട്ടൻ കണ്ടോട്ടാന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ ഒരു എപ്പിസോഡ് ഞാൻ പുള്ളി ഡബ് ചെയ്തിട്ടില്ല,
എനിക്ക് 2 സ്ഥലത്ത് അപ്പോൾ അത് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരുന്നു ഞാൻ. പക്ഷെ അതിനകത്ത് വീണ്ടും കട്ട്സുകൾ ചേർക്കാണ്ടായിരുന്നു. പക്ഷേ അൽഫോൺസിൻ്റെ അന്ന് തന്നെ ആ ഒരു എന്താ ഡബ് ചെയ്യണേക്കുമ്പോഴുള്ള ആ ഒരു സൗണ്ടിൽ തന്നെ കേട്ടിട്ട് ഭയങ്കര രസമായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് നമ്പറൊക്കെ വാങ്ങിച്ച് അൽഫോൺസിനെ വിളിക്കണമെന്ന് കരുതി. പക്ഷെ പുള്ളി ഈ എഴുത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് കരുതി. പിന്നെ ഡബ് ചെയ്ത് വന്ന് ഇപ്പോഴത്തെ ഒരു രീതിയിൽ കട്ട്സൊക്കെ കയറ്റി വന്നപ്പോൾ ഞാൻ സിനിമയിലാണ്, തിയേറ്ററിലാണ് കാണുന്നത്. പക്ഷെ അതിക്ക് മുന്നേ ഇത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് ഞാൻ വേറൊരെണ്ണം കണ്ടാക്കണത് നമ്മൾ ഈ സിനിമയിൽ. ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ബിജോൺ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ക്യാരക്ടറാണ്. ഇതുവരെ ഒരു കോമഡി ടൈപ്പ് റോൾ ചെയ്താലും ഇതുപോലെ ഒരു ആൾക്കാരെ പിടിച്ച് നെഞ്ചുലയ്ക്കുന്ന തരത്തിലുള്ളൊരു സാധനം ചെയ്യാൻ ബിജോണിന് കഴിഞ്ഞു. അപ്പൊ ഈ സിനിമയിലേക്ക് ഇത് ആദ്യം വിളിക്കുന്ന ആരാണ്? ഈ സിനിമയിൽ വാഴയിലേക്ക് ആദ്യം വിളിക്കണത് നമ്മുടെ പ്രൊഡ്യൂസറാണ്, ആരിഫ് ദേശം. ഓക്കെ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആരിഫാണ് വിളിക്കണത്. അപ്പോൾ ആരിഫിന് എനിക്ക് നേരത്തെ അറിയാം. പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് അടുപ്പില്ലെന്നുള്ളൂ. നമുക്കൊക്കെ സിനിമ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അടുപ്പില്ല. അപ്പോൾ എനിക്കറിയാം. ആരിഫിൻ്റെ നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല, നേരത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ആരിഫാണ്, ഞാനൊരു പുതിയ സിനിമയെ കുറിച്ച് സംസാരിക്കാനാണ് എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും വാഴ സെക്കൻഡിനെ കുറിച്ച്, അത് സെക്കൻഡ് വരുമെന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ ഫസ്റ്റിലുള്ള ആളുകളൊക്കെ തന്നെയുള്ള സെക്കൻഡ് ഉണ്ടാവുള്ളൂ. അതാണല്ലോ എല്ലാ സിനിമകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ചെറിയ ഡേറ്റ് ഉണ്ടാവും ഇന്ന മാസത്തിൽ. ഞാൻ പറഞ്ഞു ഞാനിവിടെ വൃത്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ചില വാഴയെന്ന് പറഞ്ഞ സിനിമയാണെന്ന് പറഞ്ഞു. വാഴ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കത്തിയന്നെ. വാഴ എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് അങ്ങോട്ട് പോയില്ലായിരുന്നു. അപ്പോൾ വാഴ എന്ന് പറയുമ്പോൾ വാഴ 2 ഞെട്ടി. അതെ. അപ്പോഴും ഞാൻ കരുതിയത് അതിന് വിപുലമായിട്ടൊന്നും ചോദിക്കാനൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചത് കൈവിട്ട് പോകണ്ട എന്നെഴുതിയിട്ട് ഞാൻ അയ്യോ അത് ഞാൻ കുഴപ്പമില്ല, ഞാൻ തന്നാക്കാം, ചേട്ടാ ബാക്കി കാര്യങ്ങൾ ഡയറക്ടർ വിളിച്ച് പറയും, ചേട്ടാ ഓക്കെ ഉള്ളതല്ലേ, അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നോട്. ഞാൻ എന്താണ് ഏതാണെന്ന് ചോദിച്ചില്ല. അപ്പം ഞാനും അന്ന് വിചാരിച്ചിരുന്നത് നോബി, അസീസ്, നസീർക്ക അവർ തന്നെയായിരിക്കുമല്ലോ. അപ്പം ആ സിനിമയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എന്തെങ്കിലും കോമഡി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ സീരിയസ് ചെയ്യാൻ അവരുണ്ടല്ലോ. എന്തായാലും കുഴപ്പമില്ല നമുക്ക്. ഞാൻ അതിനകത്തൊരു ചെറിയ എനിക്ക് തോന്നുന്നു അവർ ഐസ്ക്രീമൊക്കെ തിന്നില്ലേ, അവിടുത്തെ ഒരു കടക്കാരനായിട്ടും നമ്മൾ സിനിമ കണ്ടപ്പോൾ ആഗ്രഹിച്ചാണ്. അപ്പോൾ സെക്കൻഡിൽ വന്ന് പെട്ടില്ല, നമുക്ക് എന്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് സവിൻ അപ്പം തന്നെ എന്നെ വിളിച്ച്, സവിൻ വിളിച്ചു ഡയറക്ടർ, പറഞ്ഞ് ഇങ്ങനെയാണ് സംഭവങ്ങൾ, ചേട്ടാ ഓക്കെ അല്ലേ എന്ന് വെച്ചാൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വിപുലമായിട്ടൊന്നും പറയണല്ലേ അവർ. അപ്പോൾ നമുക്ക് ഒരു പേടി, കാരണം സിനിമയാണല്ല കൈവിട്ട് പോകുമെന്നുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞ് 2 ദിവസം കണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് വരാമെന്നില്ല, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അല്ല വേണ്ട ഞങ്ങൾ വീട്ടിലേക്ക് വരാം, എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഇല്ല, ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ സമ്മതിക്കില്ല, അത് വേണ്ട ഞങ്ങൾ വന്നോളാം. അല്ല രണ്ടാമത് വിപിൻ വിളിച്ചപ്പോൾ അപ്പം ഞാൻ വിപിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടെന്ന് വെച്ചപ്പോൾ സേവ് ചെയ്തോ ചേട്ടൻ എന്തെങ്കിലും വിളിച്ചോളാൻ പറഞ്ഞു. അല്ല ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ എറണാകുളത്ത് വന്നിട്ട് ചുമ്മാ വിളിച്ചാൽ ഞാൻ എറണാകുളത്ത് ഒരു അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് വെച്ച് എവിടെ അവിടെ നിന്ന് ആലവാഞ്ഞ് വന്നാക്കിയാണ്. അയ്യോ ചേട്ടാ ഞാനിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ളൂ, ഞാൻ അതല്ലേ ഞാൻ എറണാകുളത്തുണ്ട്, ഒന്ന് വന്നെങ്കിൽ. അല്ല കുഴപ്പമില്ല ചേട്ടൻ, ഞങ്ങൾ പറഞ്ഞ പോലെ വീട്ടിലേക്ക് വന്നേക്കാം. പിന്നെ അല്ല ഇനിയിപ്പോൾ സമയം കുറേ പോയി എഴുന്നേക്കാൻ. ഞാൻ വേണമെങ്കിൽ താഴെ വെയിറ്റ് ചെയ്യാം. പുള്ളിക്ക് മനസ്സിലായി. പുള്ളി എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്ന് ഞാൻ അവിടെ ഊടുവഴി കൂടെ ഒക്കെ ചെന്ന് കണ്ട് എങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴും വേറെ ഒന്നും പറഞ്ഞില്ല. ഇതിലൊരു പാരൻ്റാണെന്ന് പറഞ്ഞതിനോട്. അപ്പോഴും ഞാൻ കരുതുന്ന അവരുണ്ടാവും, വേറൊരു കുട്ടിയുടെ അച്ഛനായിട്ട് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ, അങ്ങനെയാണ് എന്ന് പറയും. അപ്പം ഇതിൻ്റെ ടോട്ടലൊരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നേഹമുള്ളൊരു അച്ഛൻ, കൂട്ടുകാരന്മാരൊക്കെ സ്നേഹിക്കുന്ന അച്ഛൻ, നല്ലത് ചെയ്യുന്നൊരച്ഛൻ മരിക്കുമ്പോൾ കിട്ടുന്നൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ, അതാണ് നമുക്ക് വേണ്ടതെന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ അന്നുണ്ടായിരുന്ന ഈ പുള്ളി ഈ ഒരു ക്യാരക്ടർ അമ്പലത്തിൽ മറ്റേ ഭജനയൊക്കെ എന്തോ ഇങ്ങനെ ഒടുക്ക് കൊട്ടാൻ പോകുന്നൊരു ആളായിരുന്നു അന്ന്. ഇപ്പോൾ സിനിമയിലില്ല അത്. അപ്പോൾ എന്നോട് അതും കൂടി പറഞ്ഞു, പുള്ളി ഒരു അമ്പലവാസിന് എപ്പോഴും മാലയൊക്കെ ഉണ്ടാവും, ചന്ദനം ഒക്കെ ഉണ്ടാവും, പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആ പാട്ടറിയാം, പിന്നെ ഉടുക്ക് കൊട്ടണ സംഭവം അതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു. എല്ലാം അറിയാം. അപ്പോൾ അന്ന് ശരിയായിട്ടാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനം വന്നില്ല. കാരണം ഒരു കൺഫർമേഷൻ അല്ലല്ലോ ഇത്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാല്ല.
പോയിട്ട് ഞാൻ തിരിച്ച് കയറി വന്ന്. അപ്പം ഞാൻ ഇതിനകത്ത് വല്ല ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചു, ചേട്ടൻ ആടിൻ്റെ ഡേറ്റ് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ആട് 3. അപ്പോൾ ഇതും അതും ഏകദേശം ഒക്കെ അടുത്തടുത്താണ് തുടങ്ങണമെന്ന് അവർക്കും അറിയാം. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാനത് മിഥുനോട് പറഞ്ഞോളാം, അതിനകത്ത് എന്തായാലും വേണം. ഞാൻ മിഥുനോട്, ഇത് നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, മിഥുനോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും മിഥുൻ ഇത് ചെയ്യേണ്ടെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞോളാം. എന്നാലും കുറച്ച് കൂടുതൽ ദിവസം കൂടെ വേണ്ടി വരും, അവിടെയും ചേട്ടന് വേണമല്ലേ, അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. കാരണം അതവിടെ പാസ്റ്റും പ്രസൻറ്റും കൊടുക്കണമല്ലോ. പക്ഷെ എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയാണ്, രണ്ടും കൂടി ക്ലാഷായി പോകുന്നു. പക്ഷെ ഇത് വിടാനും പറ്റില്ല നമുക്ക്. മറ്റേത് നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ്, അതും നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തിരിച്ച് പോകുന്ന സമയത്ത് എനിക്ക് വീണ്ടും സംശയമായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ലിഫ്റ്റിൽ കയറി ഞാൻ വീണ്ടും മുകളിൽ ചെന്ന് പറഞ്ഞു, അതെ പിന്നെ ഈ ഉടുക്ക് കൊട്ടണ കേസ് ഞാൻ പറയാൻ മറന്നു കേട്ടോ, അത് ഉടുക്ക് എനിക്ക് കൊട്ടാനറിയാം എന്ന് പറഞ്ഞു. അതൊക്കെ അപ്പം ശരി, ഉടുക്കുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേറെ ആളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വേറെ ഒന്നും പറയാനുമില്ല എനിക്ക്. അപ്പോൾ ഒരു സംഭവം മനസ്സിലാവും. ഓക്കെ ചേട്ടാ അത് കുഴപ്പമില്ല, അത് ഉടുക്കോട്ടാൻ അറിയാമെങ്കിൽ കുറച്ചും കൂടി നല്ലത് ചേട്ടാ, പിന്നെ ഭജനയുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞ് ഞാനവിടെ നിന്ന് പറഞ്ഞു. സാബിനാണെങ്കിൽ ഒന്ന് അങ്ങനെ ഒരു ഷൈ ആയിട്ടൊരാൾ മനുഷ്യനാണല്ലോ. അപ്പം അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. ഇത് ഈ പറഞ്ഞുകൊണ്ട് സംഭവങ്ങൾ എല്ലാം കറക്റ്റ് ഞാൻ അവിടെ മിഥുനോട് എന്ന് പറഞ്ഞു, ഇത് ഇങ്ങനെ സംഭവം ഉണ്ട്. ചേട്ടാ അത് ആടിൻ്റെ ഡയറക്ടറെ ചേട്ടൻ അത് ചെയ്യണം, അത് ഇങ്ങനെ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, അത് നശിപ്പിച്ചുള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ താടി ഇത്തിരി വേണമായിരുന്നു, അപ്പം ഇവിടെ നമുക്ക് താടി വേണം, പിന്നെ അത് നമുക്ക് പ്രസൻറ്റിൽ മാത്രം നമുക്കിവിടെ താടി ഇല്ലായേ ഉള്ളൂ. ഇപ്പം നമ്മൾ പാസ്റ്റാണ് കാണണം. അപ്പോൾ അത് ചേട്ടൻ അവിടെ ചെയ്തോ, താടി വെച്ചിട്ട് ഇവിടെയും ചെയ്യാം അവിടെയും ചെയ്യാമല്ലോ, അത് കുഴപ്പമില്ല ചേട്ടാ ചേട്ടൻ പോയി ചെയ്തോ. പിന്നെ വിജയ് ബാബു ചേട്ടനാണെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ട് തന്ന്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടിനും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഭാഗ്യം ഈ വരുമ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ വരുമ്പോൾ നമുക്ക് എല്ലാം പ്രശ്നങ്ങളായിരിക്കും. വരുന്ന ഒന്നും ചെയ്യാനും പറ്റാത്ത സിറ്റുവേഷൻ വരും. ചിലപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഒത്തു കിട്ടുകയും ചെയ്യും. അത് കലാകാരന്മാർക്ക് എല്ലാ മനുഷ്യർക്കും എല്ലാ ഇതിലുള്ളതാണത്. ഈ വാഴ സിനിമയിൽ ഇപ്പോൾ കോമഡി ഷോ ചെയ്യുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. കോമഡി നോബിച്ചനുണ്ട്, കോട്ട നസീർ, അദ്ദേഹം വേറെ സ്ട്രോങ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അസീസ്. അപ്പോൾ വാഴ 1 അസീസിന്റെ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് എടുത്ത് പ്രശംസിച്ചായിരുന്നു, ഭയങ്കരമായിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഈ വാഴ 2 വിജയേട്ടനാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും എടുത്തു പറയുന്നത്. അപ്പോൾ എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഇതുപോലൊരു റോൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും, ഒരാൾ എൻ്റെ ഈ സൈഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നെങ്കിൽ എന്നൊരു തോന്നിയിട്ടുണ്ട്? അത് തോന്നിയിട്ടൊക്കെ ഉണ്ട്. പല സിനിമകളിലും അത് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മുടെ മനസ്സിൽ അല്ലേ ഉള്ളു. ഇങ്ങനെയും ഒരു സംഭവം സിനിമ നമുക്ക് അങ്ങനെ എനിക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്തോട്ടെ എന്ന് ഞാനിതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ അത് നടക്കാത്ത കാര്യമായിരിക്കും. അപ്പം ഇത്തിരി നടക്കൽ കുറവാണല്ലോ, ഇങ്ങനെ വന്ന് പെടണമാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെയും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ നമ്മുടെ ഇതെനിക്ക് ഭയങ്കര അസീസിൻ്റെ ഒക്കെ ഭയങ്കര വലിയൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത്. അത്ര ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വേറൊരു ഇതാണല്ലോ അതിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു ചെറിയ കഥാപാത്രം ചെയ്താൽ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളുന്ന് പറഞ്ഞിട്ട് നമുക്കും അങ്ങോട്ട് പോകാമല്ല. എന്നാൽ ഇതിൻ്റെ ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ല ഞാൻ. ഈ അസീസിൻ്റെ ആ ക്യാരക്ടർ വേണമെന്നു, അത് ശരിക്കും പറഞ്ഞാൽ 4 പേരില്ല, പാരൻ്റില്ല, ഒരു പാരൻ്റില്ല, അത് എന്തായാലും നമുക്ക് കിട്ടൂല്ലോ. അപ്പം ഞാൻ ആഗ്രഹിച്ചത് ഈ പറഞ്ഞുകൊണ്ട് നേരത്തെ അവിടെ കടയൊക്കെ എപ്പോഴും കാണിക്കുമല്ലോ, ഇവരെപ്പോഴും ഈ ലോലിപോപ്പ് തിന്നുന്ന കടകളും ഒക്കെ കാണിക്കുമല്ലോ, അപ്പോട്ടും ആയാലും മതിയായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ കിട്ടിയത് കോമഡി ആക്ടേഴ്സിന് ഇപ്പോൾ ഇതുപോലെ സീരിയസ് റോളുകൾ ചെയ്യാൻ കഴിയുമെന്ന് ഒരുപാട് പേര് തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരുപാട് കലാകാരന്മാരുണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. പിന്നെ അത് ഉണ്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിലോട്ടൊക്കെ ഈ അവസരങ്ങൾ എത്തിച്ച് വരുന്നില്ല, അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ അവിടെ നിങ്ങൾ? ഒരുപാട് പേര് ഇങ്ങനെ വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. കോമഡി മാത്രം ചെയ്ത്. അതെ, അല്ല കോമഡി ഇപ്പം എൻ്റെ അത്രയും പോലും സിനിമയിൽ വരാത്തവരുണ്ട് ഇപ്പോഴും സിനിമ. കാരണം നമ്മളേക്ക് കൂടുതൽ സീനിയോറിറ്റി ഉള്ളവരും അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ട് സീനിയോറിറ്റി ഉള്ളവരും വയസ്സ് കൊണ്ട് സീനിയോറിറ്റി ഉള്ളവരൊക്കെ ഉണ്ട്. അവരെനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ നമുക്ക് കിട്ടിയാക്കുന്ന വേഷങ്ങളൊക്കെ വലിയ സിനിമ കാര്യങ്ങളൊക്കെയാണ്. അതില്ലാതെയും അതുപോലും കിട്ടാത്തവരും ഇത് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാനത് നേരത്തെ ഈ പോത്തമ്പാവയൊക്കെ ഇറക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇൻ്റർവ്യൂ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു സമയം ആ ഒരു സമയത്തേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളതിലും വലിയ ആർട്ടിസ്റ്റുകൾ പുറകിൽ നിൽപ്പുണ്ട്, അവരൊക്കെ വരുമ്പോൾ നമ്മൾ വഴിമാറി കൊടുക്കേണ്ടി വരും എന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ ഒരു നമ്മുടെ മനസ്സിലത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്തിരി ഫ്രീ ആകുമ്പോൾ അല്ലെങ്കിൽ പടമൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വിഷമമൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്.
നമ്മളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് റിയാലിറ്റി ഷോകൾ വന്ന് അതിനകത്ത് ജഡ്ജായിട്ടിരുന്ന് അവിടെ നിന്ന് കുറേ സിനിമാ താരങ്ങൾ വന്ന് അത് കഴിഞ്ഞ പിന്നെ വേറെ പ്രോഗ്രാം തുടങ്ങി അവിടെ നിന്നും വന്ന് ഈ പറഞ്ഞ പോലെയുള്ള സീനിയാരിറ്റി ഉള്ളവരും സീനിയാരിറ്റി ഇല്ലാത്തവരൊക്കെ സിനിമയിൽ നല്ല നിലനിൽപ്പുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ മാറിയിരിക്കണം, കാരണം പുതുമ വരുമ്പോൾ അങ്ങനെയാണല്ലോ. ഹാഷിറാൻ ഗ്യാങ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഫാൻസ് ഉള്ള ഈ 4 യുവാക്കളാണ്. അവര് ഈ വാഴ 1 തന്നെ അവരെ കാണിച്ചപ്പോൾ തന്നെ തിയേറ്ററിൽ ഒരുപാട് ഭയങ്കര ഓളവും ഭയങ്കര പരിപാടി. ഇവരെ കാണിച്ചപ്പോൾ ഇവരെ സ്ക്രീനിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഇവരാന്ന് അറിഞ്ഞപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് സിനിമയ്ക്കുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ അഭിനയിക്കുന്ന ഒരു കോമ്പിനേഷൻ സീനുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ? അവരായിട്ടുള്ള ഒരു കംഫർട്ട്, പിന്നെ വിനായകന്റെ അച്ഛനായിട്ട് നിങ്ങൾ ഒരുപോലെ ഇരിപ്പുണ്ട്, അതും ഭയങ്കര ഒരു റിസംബ്ലൻസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ തമ്മിൽ. അല്ല, അവരോട് ചോദിക്കുമ്പോൾ അവർ പറയണത് ചേട്ടനെ കാണുമ്പോൾ ഭയങ്കര പേടി ആയിരുന്നു. ചേട്ടൻ വേറെ മമ്മൂക്കയുടെ കൂടെ ലാലേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചില്ല, അങ്ങനെ ഒരു പേടി അവർക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പേടി ചേട്ടൻ ഞങ്ങളോട് കാണിച്ചിട്ടില്ല എന്നാണ്. എനിക്കായിരുന്നു പേടി, ഇവന്മാരുടെ കൂടെ എങ്ങനെ നിൽക്കും എന്നുള്ള പേടി എനിക്കായിരുന്നു. നമ്മളത് കാണിച്ചില്ല എന്നതോട് സത്യത്തിൽ പേടിയുണ്ടായിരുന്നു, നല്ല പേടിയുണ്ട്. കാരണം ഇവരൊരു റേഞ്ച് പറയാനുള്ള അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ സിനിമ. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഡാൻസോ കാര്യങ്ങളോ കോമഡിയൊക്കെ ഇടുന്നത് കൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം സോഷ്യൽ മീഡിയ. പിന്നെ എല്ലാ സിനിമകളും കാണാറുണ്ട്, വെറുതെ ഇരിക്കുകയല്ലേ വീട്ടിൽ. അപ്പോൾ എല്ലാ സിനിമകളും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുമിച്ച് പോകും. അപ്പോൾ ആ സിനിമയുടെ അപ്ഡേഷൻ അറിയാം. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള അപ്ഡേഷനും കുറച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമുക്ക് ഇത് പറയണ്ട എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ട് കൊള്ളൂല എന്ന് പറഞ്ഞതിന് മുമ്പ് പറയാതിരിക്കും നമ്മൾ. പിന്നെ അങ്ങനെ ഒരു സഹായമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തുകൊണ്ട്. അവർ ഭയങ്കര ജോലിയായിരുന്നു. അവരെടുത്താക്കണ എഫേർട്ടിനാണ് ഇപ്പോൾ ഈ റിസൾട്ട് അവരിലൂടെ. ഇപ്പോഴും അവർ പോയിട്ടില്ല, ഇപ്പോഴും തിയേറ്ററിലെ വിസിറ്റിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കണം പാവങ്ങൾ, അവശത. എന്നാലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഏറ്റവും നല്ല സിനിമയായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. ഒരുപാട് എന്താണ് ഈ സ്പെഷ്യൽ ഷോകളും അതുപോലെ തന്നെ ടിക്കറ്റ് കിട്ടുക. എന്നിട്ടും അവർ ഭയങ്കരമായിട്ട്, അതുപോലെ പ്രൊഡ്യൂസർമാർ കൊണ്ടടക്കേണ്ടവരാണ് ഭയങ്കരമായിട്ട്. ഇപ്പോഴും വീട്ടിൽ പോയിട്ടില്ല അവർ ശരിക്കും പറഞ്ഞാൽ. അതാണ് കാരണം സിനിമ എന്ന് പറഞ്ഞപ്പോൾ സിനിമ കണ്ടാലും അറിയാൻ പറ്റും. അവരെടുത്താക്കണ ഫൈറ്റ് സീൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സാധാരണ റീല് ചെയ്യുന്ന ആളുകളെ എല്ലാവരും സിനിമ കാണുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. അയ്യോ ഒരിക്കലും ഇല്ല. അപ്പം അതിനു വേണ്ടി എഫേർട്ട് അവർ എടുത്തിട്ടുണ്ട്. സിനിമ തുടക്കം മുതൽ എനിക്ക് പൂജ തുടങ്ങി പൂജ എന്നും പറഞ്ഞ് പോകുന്നതാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇപ്പോഴും വീട്ടിലോട്ട് പോയിട്ടില്ല. അല്ല, ഞാൻ കളിയാക്കണല്ല, അവരുടെ എടുക്കണ എഫേർട്ടേ ഇപ്പോഴും സിനിമ ഇനി അതും പൊയ്ക്കോളും, ഓടിക്കോളും. കാരണം കണ്ടവർ തന്നെ നമ്മൾ ഇതായിട്ട് പറയണല്ലോ കേട്ടോ, പൊക്കി പറയണതല്ല. അപ്പം നമ്മളെ വിളിക്കുമ്പോൾ പറയണതാണ്. അപ്പം ഞാനിവിടെ ഇല്ല, അപ്പം അമ്മനെ അച്ഛനും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മ എന്തായാലും പോയി കാണോട്ടെ എന്നൊക്കെ പറഞ്ഞ് വേറെ നമ്മുടെ രാജ്യത്ത് നിന്നും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നും അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഒരു ബോണ്ടിങ് പരിപാടിയാണ് എല്ലാവരും നമ്മളെ വിളിക്കുമ്പോൾ കിട്ടുന്നത്. നന്നായിട്ടുണ്ടെന്ന് പറയണതിൽ നല്ലത് ഞങ്ങൾ കണക്ട് ആയി എന്ന് പറയുമ്പോഴത്തേക്കും അതെ, അത് ഭയങ്കര സന്തോഷമാണ്. കാരണം നേരത്തെ ചോദിച്ചോട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഹൈപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ തരം ആളുകൾക്കും ഒരു മോട്ടിവേഷൻ ആണെന്നുള്ള അത് ഒരുപാടുണ്ട്. അയ്യോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സിനിമ നല്ലതായിരിക്കും, ചെയ്താക്കണ ക്യാരക്ടറും നന്നായിരിക്കും, പക്ഷെ ഇത്രയൊരു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെനിക്ക് പറഞ്ഞോട്ട് അത് നമ്മുടെ വിപിൻ ദാസിൻ്റെയും അതുപോലെ തന്നെ സവിൻ സായുടെയും ഒരു മാജിക്കാണ്. ഈ സിനിമയിൽ നിന്നല്ലാതെ ഞാനിപ്പോൾ ചേട്ടൻ്റെ ജീവിതത്തിൽ ചേട്ടൻ്റെ അച്ഛനും സഹോദരങ്ങളും ഇപ്പോൾ ഇവരൊക്കെ ആയിട്ടുള്ളൊരു ബോണ്ടിങ് ഇപ്പോൾ ഈ സിനിമയിൽ ഈ ക്യാരക്ടർ പിടിക്കാൻ ഇപ്പോൾ ചേട്ടൻ ആരെങ്കിലും ഒരു മനസ്സിൽ കണ്ടു കാണുമല്ലോ. ഇപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ ആയിരിക്കണം, അപ്പം ഇങ്ങനെ ഒരു മൂഡ് പിടിച്ചാൽ മതി, ഒരു കൂൾ ഡാഡ് അങ്ങനെ ഒരു സംഭവം പിടിച്ചാൽ മതി. അപ്പോൾ അത് ആരെങ്കിലും ഒക്കെ ഓർത്ത് വെച്ചൊരു രീതിയിൽ അഭിനയിച്ചതാണോ? ക്യാരക്ടർ ചെയ്തതിൻ്റെ അങ്ങനെ കണ്ടിട്ടില്ല, ആരും മനസ്സിൽ കണ്ടിട്ട് ചെയ്താക്കണല്ല ഒരച്ഛൻ. പിന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എൻ്റെ അനിയന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര സ്നേഹമൊക്കെയാണ്. ഇതുവരെയായിട്ട് അങ്ങനെ ഒരു വേറൊരു അങ്ങനെ ഒരു പ്രശ്നം ഒന്നുമില്ല. ഏകദേശം ഭയങ്കര എന്താണ് ഹാപ്പി ആയിട്ട് തന്നെയാണ് പോണത്. പിന്നെ അച്ഛൻ്റെ വല്യച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ്റെ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഇപ്പം കണ്ണൻ ചേട്ടനും ഞാനായിട്ടുള്ള സാധനമില്ലേ, എന്തിനാണെന്നറിയില്ല, അത് അവർ തമ്മിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനാണ് അങ്ങനെ അത്ര ക്ഷമ കാണിച്ചൊക്കെ പോണത്. എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വീട്ടിൽ പോണതും
അപ്പോൾ ആ 2 ദിവസത്തേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ എന്തിനാണെന്ന് അറിയില്ല. അത് നമുക്ക് ഒരു 100 ഏക്കർ റബ്ബറും തോട്ടം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ ചൊല്ലി ചിലപ്പോൾ വിഷയം ഉണ്ടാവും. ഇത് 4 സെന്റ് ഭൂമിക്ക് വേണ്ടി ഒരു 4-5 പേര് അങ്ങനെയില്ല. അല്ല, അതൊരു പ്രശ്നമല്ല. അവരൊക്കെ മാറി താമസിക്കുകയാണ്, ചെറിയ ചെറിയ വീട്ടിലൊക്കെ മാറി താമസിക്കുന്നു. അച്ഛൻ ഞങ്ങൾ തറവാട്ടിൽ തന്നെ താമസിക്കും. അതിനൊന്നും വേണ്ടിയല്ല, എന്തിനാണെന്ന് അറിയാൻ പാടില്ല. ഈ സിനിമ കണ്ടപ്പോഴാണ് ഇത് എന്തിനാണ് വെല്ലിച്ചനൊക്കെ ഉണ്ടായിരുന്നത്, അച്ഛനെ വെല്ലിച്ചിരുന്നത്. അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ പോകും. കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ ഗൗരവമായിരിക്കുള്ളൂ. അത് തന്നെയാണ് ശരിക്കും. നിസ്സാര പ്രശ്നങ്ങളാണ്, എന്തെങ്കിലും പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ അച്ഛനും അച്ഛൻ്റെ ചേട്ടന്മാരൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷെ എനിക്ക് നേരിട്ട് അറിയാവുന്നത് നമ്മുടെ അച്ഛൻ. ഞങ്ങളെ അനിയന്മാരെയൊക്കെ ആയിട്ട് നല്ല മിങ്കിളിലൊക്കെ പോകണം എപ്പോഴും. ചേട്ടൻ്റെ അച്ഛനും അതുപോലെ ഒരു അച്ഛൻ അങ്ങനെ വേറെ പ്രശ്നക്കാരൊന്നും അല്ലായിരുന്നു. അച്ഛൻ ഭയങ്കര കൂളായിരുന്നു. ഈ പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛൻ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ പരിപാടിയൊക്കെ കാണാൻ എപ്പോഴും വന്നിരിക്കും, അറിയാതൊക്കെ വന്നിരിക്കും. അത് ഞങ്ങൾ തമ്മിൽ, നമ്മുടെ നാട്ടുകാർ തമ്മിൽ 2-3 ഒരു മാട്ടേന്ന് പറഞ്ഞ് തുടങ്ങുമല്ലോ, അങ്ങനെയല്ല എല്ലാം തുടക്കം. അപ്പോൾ ഒരു 3 പേരുടെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ നടന്നു വരും. ഞങ്ങൾ പോകുന്ന സൈക്കിളാണ്, മറ്റേ 3 പേരൊക്കെ ചവിട്ടി ആ പരിപാടിക്ക് പോകണേ പറഞ്ഞത്. ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ആ ഒരു അയൽവക്കം ടീമൊക്കെ ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. അപ്പം അച്ഛൻ അവിടെ നിന്ന് ആൾക്കാരുടെ കൂടുതൽ നിന്ന് കൈയടിക്കും. ഇവരുടെ പരിപാടി ഗംഭീര പരിപാടി ഉണ്ടാവും. വേറെ ആൾക്കാരോട് പിന്നെ അടിപൊളിയാണ്. ഞാൻ അവിടെ അമ്പലത്തിൽ കണ്ടിരുന്നു. പൈസ ഒന്നും വലിയ പ്രശ്നമല്ല, വണ്ടി കാശ് കൊടുത്താൽ മതി. അപ്പം അച്ഛൻ തന്നെ പറയും. അപ്പോൾ പരിപാടി കഴിഞ്ഞതിന് ശേഷം നടന്ന് പോരണമല്ല. അപ്പം ഈ അന്ന് രാത്രികളിലൊക്കെ വെള്ളം പൈപ്പുകളിൽ രാത്രിയാണ് വെള്ളം വന്നത്. അപ്പോൾ ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും അവിടെ, ഒരുപാട് കുടമുണ്ടാവും, അവരുടെ ഹസ്ബൻഡോ ആണുങ്ങളും ഉണ്ടാവും. അപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് അച്ഛൻ്റെ കൂട്ടുകാരന്മാർ അവർ കേൾക്കാൻ വേണ്ടി പറയും, ഉഗ്രം പരിപാടിയായിരുന്നു അല്ലേ, നല്ല പരിപാടിയായിരുന്നു, ഇനി അപ്പുറത്തെ അമ്പലത്തിലുണ്ട് അവർ പരിപാടി, ഇത്രാം തീയതി. അച്ഛൻ പ്രീ പ്രൊമോഷൻ ചെയ്ത് അപ്പം അങ്ങനത്തെ ഒരു അച്ഛനായിരുന്നു. ചേട്ടൻ്റെ കുടുംബത്തിലോട് വരുമ്പോഴത്തേക്കും മകളായിട്ട് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്, ഡാൻസ് പരിപാടികൾ. അപ്പോൾ ചേട്ടൻ ഭയങ്കര ഡാൻസറാണെന്ന് നമ്മൾ ആക്ച്വലി റീൽ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇത്ര അടിപൊളിയായിട്ട് ചേട്ടൻ ഡാൻസ് ചെയ്യുന്നു. വേറെ സിനിമകളിൽ നമ്മളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടിട്ടുള്ളൂ ചേട്ടൻ അങ്ങനെ ഡാൻസ് കളിക്കണം, അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. സിനിമയിൽ അങ്ങനെ ഡാൻസറല്ലായിരുന്നു, ഡാൻസ് കളിക്കാൻ ഒരു താല്പര്യമുണ്ട്. കാരണം നമ്മൾ എന്താണ് അത്, എനിക്ക് തോന്നുന്ന ഒരു ബീറ്റുള്ള ഒരു പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ഇങ്ങനെ എത്ര സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കാലഘട്ടി പോവും. അപ്പം ഡാൻസ് കളിക്കാൻ അറിയൊന്നുമില്ല, പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം പക്ഷെ മകളുടെ കൂടെ ചേട്ടൻ കളിക്കുന്നത് കാണുമ്പോൾ നല്ല ഒരു പ്രൊഫഷണൽ ഡാൻസ്, അത് ആഗ്രഹം കൊണ്ടാണ് മോള് പഠിപ്പിക്കണത്. മോള് പഠിപ്പിച്ചു തന്നെ. അത് ഈ ആഗ്രഹം കൂടുമ്പോഴല്ലേ, എന്തിനൊരു ആഗ്രഹമുള്ള വേണ്ടത്. സിനിമയിൽ അഭിനയിക്കാനാണെങ്കിലും നമുക്ക് അതിനോടൊരു ആഗ്രഹം തോന്നുന്നല്ല. അപ്പോൾ ഇതിനോട് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ മോള് അവർ പിള്ളേരൊക്കെ കളിക്കില്ല എപ്പോഴും, അവർക്ക് യൂട്യൂബൊക്കെ നോക്കി പഠിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അവൾ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ച് ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂർ പോയി നമ്മൾ അരങ്ങേറ്റമൊക്കെ നടത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം, താളത്തിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ ഫോക്ക് ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല, അതെല്ലാ പിള്ളേർക്കും അറിയപ്പോൾ. അപ്പോൾ അവരുടെ കൂടെ അങ്ങോട്ട് വെറുതെ നിൽക്കുന്നു, വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പം കളിക്കും. അതെ, ഏതൊരു വീഡിയോയുടെ കമന്റിൽ ഫുള്ള് മലയാള സിനിമയിലെ എല്ലാ ടോപ്പ് ഡയറക്ടേഴ്സ് എല്ലാവരും ആ വീഡിയോ കമന്റ് ചെയ്തിരുന്നു, സൂപ്പർ ഡാൻസ്. അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ചേട്ടൻ്റെ. അല്ല, നമുക്ക് അങ്ങനെ കളിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ബേസ് പഠിക്കാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ കറക്റ്റൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മോൾക്കൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ നമ്മൾ ആ താളത്തിനങ്ങ് നിൽക്കുന്നേ ഉള്ളൂ. നമുക്കറിയാത് ഒരുപാട് നടന്മാരും ഒരുപാട് നമ്മൾ ഈ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ അപ്പോൾ മിക്കവാറും എല്ലാവരും ഭയങ്കര ഇഷ്ടമുള്ളെന്ന് പറയും, നല്ലതാണെന്ന് പറയും. പിന്നെ നമ്മൾ ഒരു 15 സെക്കൻഡല്ലേ ഉള്ളൂ. പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ ഈ മറ്റേ പടക്കം പൊട്ടിക്കുന്ന സീൻ, അത് അപ്പോൾ വാനില ചെടി എന്ന് പറഞ്ഞ പാട്ടിൻ്റെ അകത്ത് ആ സീൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ റിലീസിന് മുമ്പ് ഇത് മറ്റേ ഒരു വൈറൽ വീഡിയോ കണക്ട് ചെയ്താണ് ആളുകൾ ഒരുപാട് പേര് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒരു കോമഡി ആയിട്ട് തന്നെ, മിക്കവാറും സിനിമയിലും അത് കോമഡി ആയിരിക്കും, പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല, ഒരുപാട് വേറൊരു സൈഡ് അതിന് പറയുന്നുണ്ട്. ആ വൈറൽ വീഡിയോയുടെ വേറൊരു വശം, നമ്മളൊക്കെ ഫോണിൽ കണ്ട് ചിരിച്ചൊരു വീഡിയോയുടെ ഇപ്പുറത്തെ ഒരു വശം ചിലപ്പോൾ ഇങ്ങനെ ആവാം. അങ്ങനെ ഒരു സാധനം ഈ സിനിമയിൽ ഡയറക്ടർ കാണിച്ചിരുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് ആൾക്കാർക്ക് ഒരുപാട് കണക്ട് ആവും. അത് ചെയ്യുന്ന ചേട്ടനും. അപ്പോൾ ആ സീൻ ചെയ്തപ്പോൾ ചേട്ടൻ എന്താ തോന്നി? അത് ഡയറക്ടർ അത് പറഞ്ഞപ്പോൾ ചേട്ടൻ അത് എങ്ങനെ?
ആ സീനൊന്നും എന്നോട് എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. എങ്ങനെ നമുക്ക് ആ ഒരു സാധനം അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഒരു ദിവസം പോരുന്ന സമയത്ത് പറഞ്ഞ് ചേട്ടാ എന്നോട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പോക്കോട്ടെ, ഞാൻ നേരത്തെ തീരും ഷൂട്ടിങ്. അപ്പോൾ എന്നോട് ചേട്ടാ പോകല, ഒരു സാധനം ഒരു പടക്കം പൊട്ടിക്കണം, നമ്മൾ പണ്ട് കണ്ടിട്ടില്ല ഇങ്ങനെ വീഡിയോയിൽ കഴിഞ്ഞ എല്ലാ വർഷവും തന്നെയാണ് എല്ലാ വിഷയവും പടക്കം പൊട്ടിച്ചിട്ട് ഓടിപ്പോയിട്ട് വീണ് അതൊന്നും എടുത്ത് വെക്കാന്ന് പറയാം. കാരണം നമ്മൾ എന്തിനാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമായിരിക്കും. ചേട്ടൻ അറിഞ്ഞില്ല? ഇല്ല, അതങ്ങനെ സ്ക്രിപ്റ്റൊന്നും ഇല്ല. ഞാൻ റോഡാണ്, അതേപോലെ തന്നെ റോഡ്. അപ്പോൾ ഒന്നും ഇടാൻ പറ്റില്ല, സേഫ്റ്റി സൈഡ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ, അത് കാണുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ വീഴുമ്പോൾ നോക്കി ഞാൻ വീണോളാം, കുഴപ്പമില്ലാന്ന് പറയും. നമ്മൾ എന്തിനും റെഡിയാണല്ലോ. പക്ഷേ അത് ഒറ്റ ഷോട്ടാണ് ആ വീഴുന്നത് എടുത്താക്കണത്. പിന്നെ ഈ പടക്കം നനഞ്ഞിരിക്കുന്നു, ഇത്തിരി മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ പടക്കം ഈ സാധനം ആദ്യം കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ അങ്ങനെ പൊട്ടണമെങ്കിൽ നല്ല രസമുണ്ടാവും. ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ഓടാനൊക്കെ രസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ പിടിച്ചിങ്ങനെ വെക്കണം, ഇത്തിരി നനവൊക്കെ അല്ലേ. പിന്നെ ആ മധുരമ വെക്കുമ്പോൾ കുറച്ച് നനവുണ്ട്. പക്ഷെ അത് പൊട്ടി, പക്ഷെ കുറേ ലാഗുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ വേറൊരു പടക്കം ഉണക്കിക്കൊണ്ടും വന്നതിന് ശേഷമാണ് പിന്നെ അത് പൊട്ടിച്ചത്. അപ്പോൾ അത് തീ വെക്കുമ്പോൾ തന്നെ പൊട്ടണമെങ്കിലും വലിയ ശബ്ദം വരണമെങ്കിൽ കുറച്ചും കൂടി, പക്ഷെ അങ്ങനെയാണ് അവസാനം എടുത്തത്. ആ ഒരു ഇമ്പാക്റ്റാണ് പോയി വീണത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ചേട്ടാ ഒരു കാര്യം ചെയ്യുക, അത് ഓക്കെ ആയിട്ടുണ്ട്, നമുക്ക് ഇതിന് ശേഷം നമുക്ക് മക്കളവിടെ നിന്ന് കൈയടിക്കണം കളിയാക്കണൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരവിടെ നിന്ന് ചെയ്യട്ടെ. അപ്പോൾ മോൻ മാത്രം ഓടി വന്ന് സങ്കടപ്പെട്ട് കരയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനെ ഉദ്ദേശിച്ചല്ല മോൻ ഇങ്ങനെ കരഞ്ഞ് വരുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാധനം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അന്നേരത്താണ് ചേട്ടാ ഈ മോൻ ഇത്രയും സ്നേഹം ഉണ്ടെന്ന് അറിയണതും, മോൻ്റെ മനസ്സിൽ തട്ടി വീണാൽ പോലും, അച്ഛൻ തട്ടി വീണാൽ പോലും ഇത്രക്ക് ഭീകരമായൊരു വിഷമമുണ്ടെന്ന് ചേട്ടൻ ഇപ്പോഴാണ് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വരവും കരച്ചിലും ഒക്കെ കണ്ടപ്പോൾ പിന്നെ സിനിമ കണ്ടപ്പോഴാണ് പിന്നെ സിനിമ അന്ന് എടുത്തപ്പോഴും ചേട്ടാ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഈ മോണിറ്ററിൽ ചെന്ന് നോക്കണ പരിപാടി എനിക്കിതിനകത്തില്ലായിരുന്നു. കാരണം ഇത് അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ അത്രയും എടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഇത്. അപ്പോൾ അങ്ങനെ ചെന്ന് നോക്കിയിട്ടുള്ള പരിപാടി അവർക്കറിയാലോ. ഞാൻ സിനിമയിലെ കാണുന്നത് എപ്പോഴും ചെന്ന് നോക്കുക, എപ്പോഴും എന്നല്ല, ഞാൻ നോക്കാറില്ല, നോക്കിയിട്ടേ ഇല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ ഈ വീഡിയോയും ആ വീഡിയോയും രണ്ടുകൂടി മിക്സ് ചെയ്ത്, അല്ല അതെനിക്ക് തോന്നുന്നത് ഞാൻ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ഇനി ഈ വീഡിയോ കണ്ടാലും ചിരിക്കില്ല എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. അയ്യോ, അത് നമ്മൾ അഭിനയിച്ചാണെങ്കിലും ഇത്രയും ഞാനും ഈ സിനിമ കാണുന്നതിന് മുമ്പൊക്കെ പുള്ളിനെ ഒരു കോമഡി ആയിട്ടാണ് ചിത്രീകരിച്ചാണ്. പിന്നെ എനിക്കും ഭയങ്കര വിഷമമായി, കാരണം ചേട്ടന് എന്ത് പറ്റിയിട്ടുണ്ടാവും. പിന്നെ 2 ദിവസത്തേക്ക് ഈ ചേട്ടനെ മാത്രം വിളിച്ചോണ്ട്, ആ ചേട്ടനെ എവിടെ ഉള്ളതാണെന്ന് അറിയാമോ ചേട്ടാ എന്നെ വിളിച്ചോണ്ട്. ഞാൻ പറഞ്ഞ മോനെ എനിക്ക് അറിയാൻ പാടില്ല, ആ ചേട്ടന് എന്ത് സംഭവിച്ചാൽ സിനിമ കണ്ടിട്ട് വിളിക്കണേണ്ട, അറിയാത്ത ആൾക്കാർ. ഞാൻ ആലോചിച്ച് ഇത്ര ശരിയാണല്ലേ, പുള്ളിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളെന്തായാലും പുള്ളിനൊന്ന് തേടി പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഏത് സ്ഥലം ഞാൻ എനിക്കൊന്നും അറിയാൻ പാടില്ല, നിങ്ങൾ കാണുന്ന തൊട്ട് ഞാനും ഈ പടക്കം പൊട്ടിക്കണ കണ്ടിട്ടുള്ളൂ. പിന്നെ സിനിമ കണ്ടപ്പോഴാണ് എനിക്കും അത് കുഴപ്പമില്ല ചേട്ടാ. ഞങ്ങൾ അവിടെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് അവരെന്തോ ചെയ്യാൻ പോലും ഒരു 3-4 പിള്ളേര്. എന്തായാലും എനിക്ക് തോന്നുന്നു വിഷുവിന് അവർ ആ ചേട്ടൻ എന്തായാലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരും. എന്താണ് അതിൻ്റെ പിറകിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നമുക്ക് അറിയണമല്ലോ. എന്തായാലും ഒരു തമാശ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നല്ല, അല്ലെങ്കിൽ വിപിൻ ഇങ്ങനെ ഒരു മാജിക് കാണിക്കില്ല. ആ വീഴ്ച കാണുമ്പോഴും നമുക്ക് നല്ല വീഴ്ച വീഴുന്നത്. അതെ 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 അതെ. പിന്നെ നമ്മൾ അഭിനയിച്ചാണല്ലോ വീഴുന്നത്. എന്നാലും നമുക്ക് കൈ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, കൈ പൊട്ടി ഒന്ന് സ്ക്രാച്ച് ആയിട്ട് ഇങ്ങനെ വീണ്, അത് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സ് സീനിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ജോർജിയയിലാണ് ഷൂട്ട് ചെയ്തല്ലേ, ഒരു പുറത്താണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു ഇവരുടെ മൊത്തം സീൻസ് ഒക്കെ. അപ്പോൾ ലാസ്റ്റത്തെ ക്ലൈമാക്സ് സീനിന് വേണ്ടി മാത്രം ചേട്ടൻ അവിടെ പോയി ജോർജിയയിൽ അല്ലേ? അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവർ പോവും എന്നൊക്കെ ആയിരുന്നു. പിന്നെ ഒരു പകുതി കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചിലപ്പോൾ വരേണ്ട വരും കേട്ടോ, ചിലപ്പോൾ ഇവനൊന്നും ചിലപ്പോൾ സ്വപ്നം കണ്ടാൽ ചേട്ടൻ അവിടെ വരേണ്ട വരും. അപ്പം ഞാൻ ആലോചിച്ച് ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കുറേ കഴിഞ്ഞപ്പോൾ ചേട്ടാ അത് ഫിക്സ് ആയിട്ടുണ്ട് ചേട്ടാ, അത് എന്തായാലും വരണം, ഒരു 4 ദിവസം ചേട്ടൻ അവിടെ മാറ്റി വെച്ചോ. 4 ദിവസം എന്നോട് പറഞ്ഞ് 4 ദിവസം എന്ന് വെച്ചാൽ ചേട്ടൻ്റെ ട്രാവലിംഗ് ഒക്കെ കൂടിയാണ്, നമുക്കവിടെ ഒരു ദിവസം മതി, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് എടുക്കണമെന്ന് വെച്ചാൽ പറഞ്ഞ് അവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തലയിൽ കൈവെക്കുന്ന ഒരു സാധനം, ഒരു ചിരിക്കുന്ന സാധനം മാത്രമുള്ളത്, അതിനവിടെ പരം വന്നു. അപ്പോൾ
അതിന് അതിന് വരേണ്ടി വരും ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു വരണം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പിന്നെ അതിനകത്ത് വേറെ ഒന്നുമില്ല, വരണം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഏതിനാണെന്നൊന്നും പിന്നെ ഇവിടെ ചോദിക്കണ്ട, ഇവർക്കൊരു മാജിക് ഉണ്ട്, അത് നമുക്കറിയാം. ഓക്കെ ഞാൻ വന്നാക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ഇന്ന് ചെന്നെങ്കിൽ നാളെ വൈകിട്ട് രാത്രിയേ ഉള്ളു ഷൂട്ട്. ഒരു ദിവസത്തെ പരിപാടി. അപ്പം എന്നോട് പറഞ്ഞാൽ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പൊക്കോട്ടാന്ന് പറഞ്ഞൊരു കാറും വിളിച്ചെന്ന് ഞാൻ അവിടെയൊക്കെ ഇറങ്ങി, ജോർജിയല്ലേ അവിടേക്ക് ഒന്ന് കറങ്ങി, പിറ്റേ ദിവസം ഉച്ചവരെയൊക്കെ ഒന്ന് കറങ്ങി, രാത്രി ഒരു 9 മണി ആയപ്പോഴും ഷൂട്ട് തുടങ്ങിയത്. അവർ പറഞ്ഞ ഷോട്ടുകളല്ലാതെ വേറൊരു എക്സ്ട്രാ ഒരു ഷോട്ടുകൾ എടുത്തിട്ടില്ല. അത് ഭയങ്കര അത്ഭുതമായി. കാരണം നമ്മൾ അങ്ങനെയൊക്കെ ഇത്തിരി ലോങ് ട്രാവലൊക്കെ നടത്തി നമ്മൾ ചെല്ലുമ്പോൾ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇത് അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് ഓടി വന്നിട്ട് ചാടിക്കോ, ഇവന് ഇവിടം വരെ വന്നല്ലേ, എടുത്ത് വെച്ചാക്കാം ചേട്ടാ, നമുക്ക് ഇവിടം വരെ വന്നല്ലേ, എന്തെങ്കിലും എടുത്ത് വെച്ചാക്കാം. വേണമെങ്കിൽ ആ സോങ്ങിൽ വേണമെങ്കിൽ അവിടെ നിന്ന് ഒന്നുമില്ല, ആവശ്യത്തിനുള്ള അരമണിക്കൂർ എന്തോണ്ട് 3 ഷോട്ട് എങ്ങോട്ടുള്ളൂ, അതല്ലാതെ വേറെ എടുത്തിട്ടില്ല. അവർക്കത് മതി, അവർക്ക് ആവശ്യമുള്ളത് അത് മതി. മിക്കവരെല്ലാവരെ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കണത്. വേറെ ഒരു ഇരട്ടി ഭാരങ്ങളൊന്നുമില്ല. സിനിമക്ക് ആവശ്യം അവർക്കറിയാം, അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൽ പേരൻസ് ആയിട്ട് ഇപ്പം അഭിനയിക്കുന്ന സുധീഷ് ചേട്ടനുണ്ട്, പിന്നെ അജിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന വിനോദ് കിടാങ്ങൾ അദ്ദേഹം ഉണ്ട്. ഇവർ 3 പേരും പേരൻസ് ആയിട്ട് അഭിനയിക്കുമ്പോൾ നിങ്ങൾ 3 പേരുള്ള പേരൻസ്, അപ്പോൾ സുധീഷ് ചേട്ടൻ്റെ കൂടെ ഇവരോടുള്ള കോമ്പോ അഭിനയവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു എക്സ്പീരിയൻസ് അവിടെ സെറ്റിലുള്ള? സുധീഷിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് വേറെ, പക്ഷെ അത് ഹ്യൂമറാണ് കേട്ടോ. പക്ഷെ സുധീഷായിട്ട് ഭയങ്കര എപ്പോഴും വിളിക്കുകയും കാര്യങ്ങളും, നമ്മുടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടാൽ ഞാൻ അപ്പം വിളിക്കും, ഞാനും സിനിമയിൽ എന്തെങ്കിലും കണ്ടാൽ വിളിക്കും. ഭയങ്കര അടുപ്പമുള്ള ആളാണ്. കുറേ സിനിമ ഒന്നും പുള്ളിയോട് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ബോണ്ടിങ് നമ്മൾ തമ്മിലുണ്ട്. അപ്പോൾ പിന്നെ വിനോദ് നമ്മളോട് മിമിക്രി കളിച്ചിരുന്നതാണ്, ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പോകണമെന്ന്. പിന്നെ അതുപോലെ നെൽസൺ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാനിരിക്കുന്ന പ്രോഗ്രാമിൽ നെൽസനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെൽസനെ കുറിച്ച് നമുക്കറിയാം, അത് ഇതിനു മുമ്പും അറിയാം കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒരു വലിയൊരു എന്താണ് എല്ലാവരും മെച്യൂരിറ്റി ഉള്ള കാണുമ്പോൾ ഇങ്ങനെ അത് ആദ്യമായിട്ടാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമല്ല, വന്നിട്ട് സ്കിറ്റ് ചെയ്യുക, നമ്മൾ ഇരിക്കുക, അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റേജിൽ ചെയ്യുക, അത് ഒരു വേറെ ലെവലാണ്. ഇതെല്ലാവരും കുറച്ച് മൗനമൊക്കെ ഉണ്ടായിരുന്നു, അച്ഛനൊക്കെ പിടിച്ചിങ്ങനെ അല്ല ഓരോരുത്തർക്ക് ഓരോ മനസ്സിൽ സംഭവമുണ്ട്. കാരണം അടുത്ത സീൻ എടുക്കുമ്പോൾ ഗൗരവം വിട്ടുപോകരുതെന്നൊക്കെ. അപ്പോൾ ഇത് പുതിയ അനുഭവമാണത് സുധീഷിൻ്റെ കൂടെ നിൽക്കുന്നത്. പിന്നെ സുധീഷിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു പേടി ഇല്ല, കാരണം ഒരാളുണ്ടല്ലോ നമുക്ക്. നമ്മൾ ഒളിഞ്ഞു നോക്കുന്ന സീനുണ്ടല്ലോ, ഒരു CD പ്ലെയർ, അതിനകത്തൊക്കെ എനിക്ക് ഭയങ്കര ധൈര്യം. കാരണം സുധീഷിനൊന്ന് കയറ്റി എത്തിയിട്ട് ഞാൻ അങ്ങനെ സുധീഷിനോട് കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ടാണ്. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അപ്പം ഇങ്ങനെ പറഞ്ഞോ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരാനൊക്കെ ഒരാളും കൂടിയാണ്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ നല്ല. വാഴയെന്ന് മാറി ഞാൻ വേറെ സിനിമയിലോട്ട് ആട് 3. മിഥുൻ മാനുവൽ തോമസിന്റെ മിക്ക സിനിമകളിലും ചേട്ടനുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ വിളിക്കുന്നതാണോ അതോ ക്യാരക്ടർ ഇങ്ങനെ ആപ്റ്റായിട്ടുള്ളതുകൊണ്ട് ചേട്ടനെ വിളിക്കുന്നതാണ്? ഇപ്പൊ മിക്ക സിനിമയിലും ഉണ്ട്. ആൻമരിയ കലിപ്പിലാണ്. അതൊക്കെ മലയാളികൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് അത്, ഈ ഏഞ്ചലായിട്ട് വരുന്നത്. പിന്നെ ഈ ആട് 3 ബാറ്ററി സൈമൺ, ഈ കഥാപാത്രങ്ങൾക്ക് മിഥുൻ ചേട്ടന് വേണ്ടി മാറ്റി വെക്കുന്ന റോളുകൾ പോലെ തന്നെ അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. എല്ലാ സിനിമകളിലെങ്കിലും നമ്മളെ ഉൾപ്പെടുത്താൻ പറ്റിയ സിനിമകളിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആട് ഫസ്റ്റിൽ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നൊരു കഥാപാത്രമാണ്. പക്ഷേ അത് എന്തോ കൊണ്ട് മാറിപ്പോയി. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാണ്. അന്നൊക്കെ വലിയ സിനിമകളൊക്കെ ഇല്ലാതിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഈ മിഥുന് ഭയങ്കര താല്പര്യമായിരുന്നു ആ ഒരു ഗ്രൂപ്പിൽ, മറ്റേ നമ്മുടെ ഷാജി പാപ്പൻ്റെ ഗ്രൂപ്പിൽ വേണമെന്നുള്ളത്. പക്ഷേ എന്തോ സിനിമയല്ലേ, എന്തൊക്കെ കൊണ്ട് മാറിപ്പോയി. പിന്നെ അതിനകത്ത് ഞാൻ മറ്റേ ബാറ്ററി സൈമൻ്റെ ഒരു ഫസ്റ്റ് ഒരു എന്താ ഉച്ചവരെയൊക്കെ എടുത്തിട്ടുള്ളത്, അത് അത്രയും മതിയായിരുന്നു. അതിന് മിഥുൻ അതെ ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ മിഥുൻ പറഞ്ഞു, ചേട്ടാ മറ്റത് ഇത്തിരി പോയി ചേട്ടാ, പക്ഷെ എനിക്ക് ഉൾപ്പെടുത്താണ്ടിരിക്കാൻ പറ്റണില്ല ചേട്ടനെ, ഈ ഒരു വേഷമാണെങ്കിലും. അതാണ് ചേട്ടനോട് അവനെ എനിക്കത് മതിയോ, ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. എന്തായാലും കട്ടായി പോകില്ലെന്ന് എനിക്കറിയാം. കാരണം ഒരു വലിയ മലയുടെ മുകളിൽ ഞാനും ജയസൂര്യങ്ങൾ നിൽക്കണം, വലിയ അതെന്തായാലും പോകില്ല, അത്രയും പാട് പെട്ടാണ് അതിൻ്റെ മുകളിൽ കയറിയാക്കണം. അപ്പോൾ അത് പക്ഷേ ഒരു സീനുള്ളെങ്കിൽ പോലും രണ്ടാമത്തെ പാർട്ട് 2 വന്നപ്പോഴേക്കും ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫൊക്കെ ഉണ്ടായിരുന്നു. 3 വരുമ്പോഴും ഈ പറഞ്ഞോട്ട് പാസ്റ്റും പ്രസൻറ്റും ഒക്കെ. അതെ അതെ അതെ. ഇനി വരണേൽ എനിക്ക് തോന്നുന്നു ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം വന്നിട്ടുണ്ട്. എന്തായാലും ഈ വർഷം തന്നെ ഈ 2 സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. അഭിനയിച്ച 2 സിനിമയും സൂപ്പർ ഹിറ്റ്. അതൊരു ഭാഗ്യമാണ്. കാരണം
അതൊരു ഭാഗ്യമാണ്. കാരണം 100 കോടി അതെ, ആട് 100 കോടിയായി, ഇപ്പൊ വാഴ 2 100 കോടിയിലേക്ക് എത്തുന്നു. അത് എത്തുന്നു. അത് പിന്നെ അത് തന്നെയല്ലേ വേറെ സന്തോഷം എന്ന് വെച്ചാൽ അതിനകത്ത് തമാശ, ഇതിനകത്ത് കുറച്ച് ഗൗരവമുള്ള അങ്ങനെ കിട്ടാനും ഇത്തിരി ബുദ്ധിമുട്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണത്. അതിനകത്ത് കോമഡി സാധനം, പിന്നെ ഇതിനകത്ത് വരുമ്പോൾ കുറച്ചും കൂടി അല്ലേ. അപ്പോൾ അത് രണ്ട് തലത്തിലുള്ള സാധനങ്ങൾ, അതും ഇങ്ങനെ അത്രയും വലിയ സിനിമകളിൽ ചെയ്യാൻ പറ്റിയതും അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് അതുപോലെ തന്നെ വേറൊരു ഡയറക്ടറുണ്ട്, ബേസിൽ ജോസഫിന്റെ സിനിമകളിലുള്ള ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുഞ്ഞിരാമായണത്തിലുള്ള ഭീകരൻ, ഗോദയിലെ കൊലമച്ചാൻ, മിന്നൽ മുരളി, ബേസിലിന്റെ സിനിമകളിലും ചേട്ടനൊരു ഭാഗമാണ്. ഇവരെല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബേസിലിനെ കാണുന്നത് കുഞ്ഞിരാമായണത്തിലാണ്. ആകെ ഞാൻ വിളിക്കുന്ന കുറച്ച് ആളുകളിൽപ്പെട്ട ഒരാളാണ് ബേസിൽ. ഇപ്പോൾ വിളിക്കാറില്ല കേട്ടോ, കാരണം തിരക്കാണ്. ഡയറക്ഷൻ മാത്രം നോക്കിയിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിളിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. എങ്കിലും നമ്മൾ അതിരടിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 സിനിമ നടക്കണ കാരണം അതിരടിയിൽ പോകാൻ പറ്റില്ല. എന്നാലും ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അത് ഞാൻ ഉണ്ടാവുമെന്ന് ഞാനും കരുതി. തലേ ദിവസമാണ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. എൻ്റെ ഷൂട്ടൊക്കെ വെക്കണ ദിവസം അത് ഭയങ്കര എനിക്ക് ഭയങ്കര മാനസികമായിട്ട് അങ്ങനെ മാറാറില്ല. അപ്പം അവിടെ നിന്ന് എന്നോട് കൺട്രോളർ പറഞ്ഞു, കുഴപ്പമില്ല കേട്ടോ ചേട്ടൻ ആടൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കില്ലേ, ഞാൻ വേറെ ആളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും നമ്മളൊരു സഹകരണമുണ്ട്. അപ്പം ബേസിലിനെ ഞാൻ വിളിക്കാറുണ്ട്, ഇപ്പോൾ വിളിക്കാറില്ല. അതുപോലെ തന്നെ മിഥുൻ, അങ്ങനെ ഒരു 2-3 പേരില്ല എന്നാണ് അങ്ങനെ എപ്പോഴും വിളിക്കുന്ന ആളുകൾ. ഡയറക്ഷൻ എന്ന് അത് സിനിമയുടെ അടുത്ത സിനിമ എന്താണ് നമ്മളുണ്ട് അതല്ല, ഇവർ കുറച്ച് നേരം സംസാരിക്കുന്നുള്ളൂ. ഇതിനൊക്കെ അങ്ങനെ കുറേ നേരം സംസാരിക്കും, പല വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. അതുപോലെ പാടെ ഇറങ്ങിയ അന്ന് തന്നെ മിഥുൻ വിളിച്ചിട്ടുണ്ടായി. നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല, ചേട്ടാ കണ്ടില്ലേ മിഥുൻ ആദ്യം പോകില്ല. ആടിൻ്റെ എത്ര വേഷം ഇറങ്ങിയാലും പോവില്ല ആദ്യത്തെ തിയേറ്ററിൽ പോയി കാണാറില്ല. അല്ല ഈ സിനിമക്ക്, കാരണം അത്രക്ക് ഇത് ആകാംക്ഷയോടെ പോയിരുന്നാണ് ഫസ്റ്റിന്. അതോടുകൂടി പുള്ളിക്ക് പേടിയാണ് ഈ ഒരു സാധനത്തിന് മാത്രമല്ല. ബാക്കിയെല്ലാ പുള്ളിയുടെ സിനിമയും ഡയറക്ഷൻ ആണെങ്കിൽ റൈറ്റിംഗ് ആണെങ്കിലും പുള്ളി പോയി കാണും. ഇതിന് പേടിയാണെന്ന് പറഞ്ഞു ഇപ്പോഴും പോകാനായിട്ട്. അപ്പോൾ വിളിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെ 2-3 ആളുകളെ ഞാൻ വിളിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ബേസിലിനൊക്കെ ഈ പറഞ്ഞോട്ട് മാനസികമായിട്ട് ഒരു ബന്ധമുള്ളതുകൊണ്ടാണ് എന്ത് പടത്തിലും ഇപ്പം ചെറുതാണെങ്കിൽ പോലും തരണത്. പിന്നെ ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ പേരുകൾ ഭയങ്കര വ്യത്യസ്തമായി. ഇപ്പോഴും ഈ ബാറ്ററി സൈമൺ, ശാന്തപ്പൻ, പിന്നെ എല്ലാം ഭയങ്കര ഒരു പെട്ടെന്ന് നമുക്ക് രജിസ്റ്റർ ആൾക്കാർക്ക് പെട്ടെന്ന് ക്ലിക്കാവുന്ന തരത്തിലുള്ള പേരുകളാണ് കൂടുതൽ. കൊലമച്ചാൻ, പിന്നെ ഭീകരൻ, ഇങ്ങനത്തെ പേരുകൾ. അപ്പൊ ഈ പേരുകളിലുള്ള ഒരു ഇത് ചേട്ടൻ ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പേരുകൾ ചേട്ടൻ തരുന്നതിലുള്ളൊരു അത് ഈ പേരുകളെല്ലാം സ്ക്രിപ്റ്റിലുള്ള പേരും നേരത്തിട്ടാണ്. നമ്മളായിട്ടൊരു പറഞ്ഞു കൊടുത്തകണ പേരൊന്നുമല്ല. നമ്മൾ ബേസിലിന്റെ പടത്തിൽ അങ്ങനത്തെ വ്യത്യസ്തമായിരുന്ന പേരുകൾ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടേക്ക് അങ്ങനെ വിളിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മളായിട്ട് ഒരു പേര് പറഞ്ഞു കൊടുക്കേണ്ട വന്നിട്ടില്ല. പക്ഷെ എല്ലാ പേരുകളും എനിക്ക് തോന്നുന്നു ക്യാരക്ടറൊക്കെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ കൊലമച്ചാനായാലും, സുശീലൻ എന്നൊരു ചോട്ടാമ്പല സുശീലൻ, പിന്നെ മാറാമ്പലി, പിന്നെ ഇപ്പം ഈ പറഞ്ഞുകൊണ്ട് ശാന്തപ്പൻ, അതൊക്കെ അവര് തന്നെ. ഈ ചോട്ടാ മുംബൈയിലെ ഇപ്പോഴത്തെ ലാലേട്ടനായിട്ടുള്ള സീൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു? അവസാനം നീ റോക്കറ്റ് വിടുന്നിടത്ത് പടം പറയുമ്പോഴത്തേക്കും വാഴയുടെ സീൻസ് ഒക്കെ വന്നിട്ട് ഫുൾ എഡിറ്റ്, ഇപ്പൊ ഒരുപാട് വീഡിയോസ് അങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചേട്ടത് എന്താ തോന്നുന്നത്? അത് കാണുമ്പോ ഇപ്പൊ അതിന്റെ താഴെ തന്നെ അവര് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ലാലേട്ടൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ, എടാ നീയാണ് ഈ സിനിമയിലെ നായകൻ. നായകനല്ല, നീയാണ് ഈ സിനിമയിലെ മെയിൻ. നായകൻ എന്ന് പറയുമല്ലോ, നായകനല്ലല്ലോ പ്രധാന. എടാ നീയാണ് മണ്ടന്മാരെ പറ്റിക്കാൻ, അതല്ലേ നായകൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീയാണ് ഇത് മെയിൻ, തീർന്ന് മൊത്തം അതായിരിക്കുമല്ല. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് പടക്കം പൊട്ടിക്കണം. അത് ലാലേട്ടൻ്റെ നാവ് പൊന്നായിട്ടുണ്ടാവും. അപ്പൊ ഇനി അടുത്ത വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? വരാനിരിക്കുന്ന സിനിമകൾ എന്ന് പറയാനില്ല. ഇനി വരാനിരിക്കുന്ന ഒരു സിനിമയുണ്ട്, അത് കറക്കം എന്ന് പറഞ്ഞ സിനിമയാണ്. സുഭാഷ് ഡയറക്റ്റ് ചെയ്തേക്കണം. ശ്രീനാഥ് ബാസി നായകനായിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഈ അടികപ്പേര് കൂട്ടമണിയൊക്കെ പോലത്തെ ബേസ് ചെയ്യുന്നൊരു. ഈ അടികപ്പേര് കൂട്ടമണിയുടെ സെക്കൻഡ് പാർട്ടിനെ പറ്റി എൻ്റെ സംവിധാനം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ അതിങ്ങനെ വരും എന്നുള്ളൊരു ഇറങ്ങാതിരിക്കൂല. എന്നാലും ചെറിയൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആട് സെക്കൻഡ് എടുക്കുമ്പോഴും കുറേ ആലോചിച്ചിട്ടാണ് എടുത്തത്. പിന്നെ അത് സെക്കൻഡിൽ നിർത്താമെന്ന് കരുതിയാണ്. അപ്പം പിന്നെ കുറേ വൈകിട്ടാണ് 3 ഇറങ്ങിയത്. അപ്പം ശരിക്കും ആലോചിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ 2-3 പ്രാവശ്യം സ്ക്രിപ്റ്റൊക്കെ റെഡിയായിട്ടും പിന്നെ അത്
അതിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സും സെക്കൻഡ് ഇറങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു പരസ്യം കൊടുത്തപ്പോൾ വീണ്ടും അത് അത്രക്ക് വലിയ ഒരു കനം അതിനില്ലാത്തത് കൊണ്ട് അത് മാറ്റി വെച്ച്. അപ്പോൾ ഇറങ്ങുമ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് എന്തായാലും ഇറങ്ങുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു സാധനം വെറുതെ ഇറക്കിയതിൻ്റെ പൈസ കിട്ടട്ടെ എന്നും പറഞ്ഞ് വെച്ചാൽ എന്തായാലും ഫ്രൈഡേ ഇറങ്ങില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും മാറ്റി വെച്ചാണ് എനിക്ക് തോന്നണം. അങ്ങനെ ആയിരിക്കും കേട്ടോ, അത് അങ്ങനെ ആയിരിക്കുള്ളത്. കാരണം നല്ലത് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും മാറ്റി വെച്ചാണ്. എന്തായാലും ഇത്തിരി ലേറ്റ് ആയാലും ലേറ്റ് വരുള്ളൂ. ആട് 3 ഇപ്പൊ ഇനി അതിന്റെ രണ്ടാമത്തെ പാർട്ടും ഉണ്ടാവുമല്ലോ. ആട് 3 ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ നേരത്തെ തീർന്നിരിക്കണം. 3യുടെ ഇപ്പൊ 4 ഇറങ്ങാൻ പോണതിന്റെ ആദ്യം എഴുതിയതിന് ശേഷമാണ് 3യുടെ സ്ക്രിപ്റ്റ് എഴുതിയത്. ക്ലൈമാക്സ് എഴുതിയിട്ടാണ് എന്തായാലും ഉണ്ടാവും അത്. പിന്നെ സിനിമയുടെ കാര്യമാണ്, നമ്മളതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഉണ്ടാവട്ടെ. എന്തായാലും നല്ലതായിരിക്കുള്ളൂ. എന്തായാലും വേറൊരു ലോകമൊക്കെ കാണാൻ പറ്റും. വാഴ 3യുടെ കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞ പോലെ വിപിൻ ദാസ്. വാഴ 3 എന്തായാലും ഞാൻ ഉണ്ടാവില്ലോ, മരിച്ചു. വാഴ 3 എനിക്ക് തോന്നുന്നു വിപിൻ ദാസ് ഇപ്പം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വാഴ 3 എന്തായാലും ഉണ്ടാവുമെന്നുള്ളത്. അതിനകത്ത് ആരാണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അല്ലെങ്കിൽ ആരാണ് സംവിധാനം, ആരൊക്കെയാണ് അഭിനയിക്കണതൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും ഇപ്പോഴും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇപ്പം ഇല്ല പുള്ളി എടുത്ത് ശരിക്കും പറഞ്ഞില്ല. അതാണ് പറയാൻ പറ്റാത്തത്. ഒരു എന്താണ് ക്യൂരിയോസിറ്റി വരാൻ വേണ്ടിയല്ല, അത് അന്നേരത്തെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സിനിമ നിറഞ്ഞ സൈസിൽ പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇനിയും ഇതുപോലെ ഒരുപാട് റോളുകൾ ചേട്ടനെ തേടി വരട്ടെ. ഇപ്പൊ കുറച്ചുകൂടി കോമഡി റോളുകളും നമ്മൾ ആൾക്കാരും ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. ഇടക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യും, തന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ തമാശകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തമാശകളുടെ രീതിയിലുള്ള ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തമാശകളുള്ള സിനിമകളാണെങ്കിൽ എന്തായാലും അങ്ങനെയുള്ളതായി ഇറങ്ങുള്ളൂ. ഇപ്പം നമ്മൾ പഴയതുപോലെ ഒന്നും ആരും ഇറങ്ങണില്ല. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ആവർത്തന വിരസതയൊക്കെ നമ്മൾക്ക് എന്തായാലും വരും. ഏതെന്ന് പറഞ്ഞാൽ അതില്ലാത്തൊരാൾ അമ്പിളിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്ക് ആവാനും പറ്റില്ല. അപ്പോൾ അതാണെന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഇതുപോലെ പുതിയ നമ്മളത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിരാമായണത്തിൽ വന്നത് വേറൊരു കോമഡിയും അവരുടെയൊക്കെ ഒരു യൂണിവേഴ്സിലേക്ക് വന്നപ്പോൾ ആ രീതിയിൽ അങ്ങ് ചെയ്തു പോയി അജോറീസ് അങ്ങനെയുള്ള സാധനം. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന പുതിയ സിനിമകളിൽ ഉള്ള കോമഡി ആയാലും ട്രാജഡി ആയാലും അറിയാതെ എഴുതുന്നവർക്ക്. അപ്പം അങ്ങനെ വിളിച്ചാൽ ഇപ്പോൾ തമാശകൾ നോക്കൂല, പോകും. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കൂടെ നോക്കും നമ്മൾ. എന്തായാലും സിനിമ ഇനി ഉടനെ തന്നെ 100 കോടി അടിക്കട്ടെ. അതെ, ചേട്ടൻ എന്താ പ്രേക്ഷകരോട് എന്താ പറയുള്ളൂ? അല്ല, വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാടെന്നല്ല, കുറച്ച് സിനിമകൾ, നല്ല സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് അല്ല ഇതിന് കിട്ടണം. നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പോയി പ്രമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയണം നിങ്ങൾ പോയ സിനിമ കാണണോട്ടാന്ന് പറയേണ്ടത്. അത് തന്നെ വലിയ സന്തോഷം. അത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷമാണ് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. ആ സന്തോഷം, ഈ പ്രാർത്ഥനയൊക്കെ എപ്പോഴും വേണം. സിനിമ പ്രത്യേകിച്ച് കാണാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കാണുന്നുണ്ട്. കാണാത്തവർ പോയി കാണണം. നമ്മളോടുള്ള പ്രാർത്ഥനയും എല്ലാം വേണം. സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ഈ സപ്പോർട്ട് ചേട്ടാ, ഇത്രയും നേരം നമുക്കൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. അവിടെ എന്തായാലും ഇനിയുള്ള അങ്ങോട്ടെല്ലാം നല്ല വിജയമാവട്ടെ. സന്തോഷം. താങ്ക് യു.